ഈ ചെക്കന് ഈ കാർന്നൂർ ഈ തള്ളയൊക്കെ ആരാ മനസ്സിലായില്ല? അയ്യോ, മനസ്സിലാവാത്തോണ്ടാണേ. ഇവിടുത്തെ പുതിയ സെർവൻസാ. ഈ ചെക്കനെ ജോലിക്ക് നിർത്തേക്കാ. സുരഭി, വേണ്ട, ഞാൻ പറയാമേ. ഇതെന്റെ എല്ലാമായ അച്ഛൻ, അതെന്റെ അമ്മ, ഇത് എന്റെ പൊന്നനിയൻ അപ്പു. ഓ സോറി, എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. സോറി ശ്യാമ. നല്ല ചൂട്. അകത്തോട്ടിരിക്കാൻ മോളെ. വാ മമ്മി, വാ. ഐശ്വര്യയുടെ അമ്മയ്ക്ക് ഇതുവരെ ആളെ കൊച്ചാക്കുന്ന ആ പഴയ സ്വഭാവം മാറിയിട്ടില്ല. കഷ്ടം തന്നെ. സുരഭി മേനോൻ എന്ന് പറഞ്ഞ ആരാ? ഐശ്വര്യടുത്തിയുടെ അമ്മയാ. അപ്പൊ ഒരു പടി മുന്നേ നിൽക്കും. ഇനി എന്തൊക്കെ അംഗങ്ങളെ എവിടെ കാണിക്കാന്നറിയില്ല. എടുത്തി വാ, നമുക്ക് നോക്കാം. വാ. ആ വസുന്ധര എടുത്തി, പ്രഗ്നന്റ് ആയ എന്റെ മോൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന റിച്ചായ എന്റെ ഗിഫ്റ്റ് ഇതൊക്കെ. ഈ പെട്ടികൾ കണ്ടോ? ഇതൊക്കെ എന്റെ മോൾക്ക് വേണ്ടി റിച്ചായ ഡ്രസ്സസ്, കോസ്മെറ്റിക്സ്, മറ്റ് ഗിഫ്റ്റുകള്, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള ഗോൾഡ് ഓർണമെന്റ്സ്, അങ്ങനെ പലതുമാണേ. എന്തുമാത്രം സാധനങ്ങളാ മമ്മി എനിക്ക് വേണ്ടി കൊണ്ടുവന്നേ. എത്ര ഐറ്റം ഫുഡാ. ശരിക്കും എന്റെ മമ്മി ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുക. ആ മമ്മി, അത് കണ്ടോ? എന്നെ പോലെ പ്രഗ്നന്റ് ആയ ശ്യാമയ്ക്ക് അവളുടെ അമ്മയും അച്ഛനും കൊണ്ടുവന്ന ഫുഡാ. നോക്കിക്കേ. അല്ല, ഇതെന്താ ഈ ചക്രത്തിന്റെ ആകൃതിയിലുള്ളത്? നാളെ ഇതുവരെ അച്ചപ്പ സുരഭി കണ്ടിട്ടില്ലേ? ഓ, ഓർമ്മ വന്നു. അച്ചപ്പം. അയ്യോ. ഓ മാമോളോ, ഇരിക്കേ. എന്റെ മോൾക്ക് ഞാനേ ഫുഡ് എടുത്തു തരാം. ഓ, ശ്യാമയും പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞത്? ശ്യാമയും വാ, കുറച്ച് ടേസ്റ്റിയായി ഫുഡ് കഴിക്കാം. എന്തോ? വാ, കുറച്ച് റിച്ചായി ഫുഡ് കഴിക്കാന്നേ. വാ ശ്യാമേ. അല്ലമ്മേ, ബർഗർ, പിസ്സ, നൂഡിൽസ് എല്ലാം ഉണ്ട്. ഏതാ ശ്യാമയ്ക്ക് ഇഷ്ടം? ചൂസ് ചെയ്തോളൂ. ഇരിക്ക് ശ്യാമേ, കോസ്റ്റ്ലി ആയ ഫുഡ് കഴിക്ക്. കുഞ്ഞിന് നല്ലതാ. ഞാൻ എന്തായാലും കഴിക്കാൻ പോവാ. ഞാൻ പിസ്സ കഴിക്കോ? ശ്യാമയോ? അമ്മേ, അമ്മ ഉണ്ടാക്കി അച്ചപ്പവും മുറുക്കും എങ്ങെടുത്ത് തന്നെ. ശ്യാമേ, നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. എന്ത് കോസ്റ്റ്ലി ഫുഡാണെന്നറിയോ? ഇതെവിടുന്നാ വാങ്ങിയെന്നറിയോ? ശരിയാ എടുത്തി. ഈ ഫുഡ് ഐശ്വര്യടുത്തിയുടെ അമ്മ വലിയ വില കൊടുത്ത് വാങ്ങിയതാവും. എന്നാ ഇതെല്ലാം എന്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഈ ഇരിക്കുന്ന ഓരോ പലഹാരങ്ങളും ചുട്ടെടുക്കുമ്പോഴും
എൻ്റെ അമ്മയുടെ മനസ്സ് നിറയെ ഞാനായിരുന്നു. എന്നോടുള്ള സ്നേഹമായിരുന്നു. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. ഇനി എത്ര ലക്ഷങ്ങൾ മുടക്കി ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിയാലും ആ ഇരിക്കുന്ന ഒരു ഫുഡിനും എന്റെ അമ്മ ഉണ്ടാക്കിയ ഈ പലഹാരങ്ങളുടെ വില വരില്ല. ഇത് വെറും മാവും ശർക്കരയും എണ്ണയും കൊണ്ടുണ്ടാക്കിയതല്ല. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ കൂട്ടിച്ചേർത്താ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് മൂല്യം കൂടും. അമ്മേ, എടുത്തു തന്നേ. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പലഹാരം. അത് മതി എനിക്ക്. ശ്യാമേച്ചിയുടെ ഡയലോഗ് സൂപ്പർ. എല്ലാ പെട്ടികളും ആയോ? ആയി മാഡം. ആ ദാ, തൃപ്തിയായല്ലോ? ക്യാഷ് ഇനിയും വേണോ? മതി മാഡം. അപ്പൊ കാറുമായിട്ട് തിരിച്ചു പോയിക്കോ. ശരി മാഡം. മമ്മി, മമ്മിയെ ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് കുറെ വാശികൾ തീർക്കാനാ. ആ ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞ്, അതിനെ നശിപ്പിക്കാൻ ഞാൻ പഠിച്ച വിദ്യ പലതും നോക്കി. ഒടുവില് ഞാൻ തന്നെ തെറ്റുകാരിയായി. ഫോൺ ചെയ്തപ്പോ നീ അതെല്ലാം സൂചിപ്പിച്ചിരുന്നല്ലോ. ഇനി എന്നോടൊപ്പം നിന്ന് മമ്മി വേണം ശ്യാമയുടെ കുഞ്ഞിന്റെ കാര്യത്തിലൊരു തീർപ്പുണ്ടാക്കാൻ. ഉടനെ വേണോ അതോ കുറച്ച് കഴിഞ്ഞു മതിയോ? ഉടനെ വേണ്ട, സംശയം തോന്നും. മമ്മി ഇവിടെ ശരിക്കും സെറ്റിലായിട്ട് മതി. അത് ഞാൻ ഏറ്റു. ഇനി എന്റെ മോൾക്ക് മമ്മി എന്താഗ്രഹം സാധിച്ചു തരണ്ടേ? പറയേ. മമ്മി, ഈയിടെയായിട്ട് അമ്മയ്ക്ക് എന്നെ അത്ര ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, ആ ശ്യാമയുടെ മുന്നിൽ വെച്ച് പലപ്പോഴും എന്നെ വഴക്കു പറയാ അമ്മ. വസുന്ധരാമ്മയുടെ അഹങ്കാരം അത്. അവരെ മമ്മി ഒരു പാഠം പഠിപ്പിക്കണം. ഇത്രേ ഉള്ളോ? അത് സിമ്പിൾ, ഞാൻ ഏറ്റു. അമ്മയെ ശരിക്കും വലയ്ക്കണം. ഈ വീട്ടില് വാലിന് തീ പിടിച്ച പോലെ അവർ ഓടണം. അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ഐശ്വര്യ ആരാണെന്ന് ഈ വീട്ടിലുള്ളവർ ശരിക്കും അറിയണം. ഞാൻ അറിയിക്കും. എന്റെ വിലയും നിലയും എന്താണെന്ന് മമ്മി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതെല്ലാം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ഐശ്വര്യയുടെ അമ്മ സുരഭി മേനോൻ ആരാണെന്ന് ഈ വീട്ടിലുള്ളവർ ഇനി ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ. നോക്കിക്കോ ഐശ്വര്യ. സാർ, എന്താ സാർ, ആദിത്യൻ സാർ വിളിക്കുന്നു. എന്താ കാര്യം? അറിയില്ല, സാറ് വളരെ ചൂടിലാണ്. എന്തോ പ്രശ്നമുണ്ട്. സാറ് വേഗം ചെല്ലണം. ചെന്ന് കേറിക്കൊടുക്ക. ഇപ്പൊ കാണാം. എന്തായാലും ഐശ്വര്യ മേഡം പ്ലാൻ ചെയ്ത പണിയേറ്റു. എന്നാലും ഇങ്ങനെ ചതിക്കാന്ന് പറഞ്ഞ എന്താ? ഇതിനേക്കാളും നിനക്ക് എന്നെ അങ്ങ് കൊല്ലായിരുന്നില്ലേ? കരുതി കൂട്ടി നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? ആദ്യമായിട്ട് എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇല്ല, നിനക്കൊന്നും മനസ്സിലാവത്തില്ല. ഇതാ നിന്റെ ഉള്ളിലിരിപ്പെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല.
അതേടാ എന്താ കാര്യം പറ. ഹ, എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് നിനക്കൊന്നും അറിയില്ല. അത് പറഞ്ഞാലല്ലേ അറിയൂ. എന്തായാലും ആദ്യേട്ടന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇല്ലേ? ഒന്നും ചെയ്തിട്ടില്ല. നീ എന്നെ ഒരു വിഡ്ഢിയാക്കി അല്ലടാ. ഏട്ടാ ബഹളം വെക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അല്ലെങ്കിൽ വേണ്ട, ഏട്ടാ വന്നേ പുറത്തിറങ്ങി സംസാരിക്കാം. വന്നേ. വിടടാ. വേണ്ട, അവരും കാര്യങ്ങൾ അറിയണം. ഇവിടെ സ്റ്റാഫുകൾ എല്ലാവരും അറിയണം. എന്റെ പൊന്നനിയൻ എന്നെ മനഃപൂർവ്വം ചതിച്ച കഥ എല്ലാവരും അറിയട്ടെ. എന്ത് ചതി? ഞാൻ ആദ്യേട്ടനെ എങ്ങനെ ചതിക്കാനാ? ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യം പറയില്ല ഏട്ടാ. എടാ, ഞാൻ ആ അമേരിക്കൻ കമ്പനിക്ക് കൊടുത്ത 20 കോടിയുടെ ബിസിനസ് ഡീല് നീ ക്യാൻസൽ ചെയ്തില്ലടാ. നീ മനഃപൂർവ്വമല്ല അത് ചെയ്തത്. ഞാൻ 20 കോടിയുടെ ബിസിനസ് ക്യാൻസൽ ചെയ്തെന്നോ? ഓ, ഒന്നും അറിയാത്തൊരു അഭിനയം. എന്നാ അതെ, വ്യക്തമായിട്ട് ഈ സാറിന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഞാനൊരു മണ്ടനല്ലെന്ന് ഇവ മനസ്സിലാക്കട്ടെ. പറഞ്ഞു കൊടുക്കാൻ. സാർ, സാറിന്റെ മെയിലടിന്നാ ആ വലിയ ബിസിനസ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. എന്റെ മെയിലിടിന്നോ? അതെ സർ, ഞാൻ മാത്രമല്ല, പ്രീതിയോട് ചോദിച്ചോളൂ, അവളും ചെക്ക് ചെയ്തതാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഓ, ഇപ്പൊ അങ്ങനെ ആയോ? അങ്ങനെ വരാൻ വഴിയില്ലാന്ന്. വെറുതെ ഉരുണ്ട് കളിക്കാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. ഏട്ടാ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞ ആദ്യേട്ടനെ വിശ്വസിപ്പിക്കേണ്ടത്? വേണ്ട, നീ ഒന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കണ്ട. എല്ലാവരും എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ അനിയന്മാരിൽ നിന്നെ കുറച്ചുകൂടി സ്നേഹിച്ചു പോയി, വല്ലാണ്ട് വിശ്വസിച്ചു പോയി. അതിനെ എനിക്ക് കിട്ടിയടാ തൃപ്തിയെ. ഏട്ടാ ഞാൻ മതിയായി. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ തലയിൽ ചാർത്തി തന്ന ഈ എംഡി സ്ഥാനം ഉണ്ടല്ലോ, എനിക്ക് മതിയായി. ഇപ്പം ഇവിടെ വെച്ച് ഈ നിമിഷം ഈ സ്ഥാനമേ ഞാനങ്ങ് അവസാനിപ്പിക്കുക. ഇത് തന്നെ ആയിരുന്നല്ലോ നിന്റെ ഈ ആഗ്രഹം. ഞാൻ ആദ്യമേ ഈ സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ നീ നിർബന്ധിച്ചു. എന്തിനും ഏതിനും ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞു. അത് ഇത്ര വലിയ ചതിക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല മോനെ. ശരി, അപ്പോഴേ ഈ ഏട്ടൻ പോവാ. ഏട്ടാ മാറി കിടി. അമ്മേ, അമ്മ എങ്ങോട്ടാ? ഊണിപ്പ റെഡിയാവും, കഴിച്ചിട്ട് പോയാ മതി. അമൃതേ, ഞാൻ പറയാൻ വിട്ടുപോയി. എനിക്കും അനന്തേട്ടനും ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്തായാലും ഫുഡ് അവിടുന്ന് കഴിച്ചേ പറ്റൂ. ആണോ? എന്നാ ശരി അമ്മേ. വസു, ആദി
ശ്യാമേ. എന്താടാ എന്താ മോഹം വല്ലാതിരിക്കുന്നത്? എന്താ ആദി, നിനക്കെന്താ പറ്റിയേ? എന്ത് പറ്റിയെന്ന് അല്ലേ ഞാൻ മനസ്സിലാക്കി തരാം. ഞാൻ നിങ്ങളുടെ ആരാ? അതാ എനിക്ക് അറിയേണ്ടത്. അത് നീ എന്തൊക്കെയായി പറയുന്നത്? ഈ വീട്ടില് നമ്മുടെ കമ്പനിയില് എനിക്ക് എന്ത് സ്ഥാനം ഉള്ളത് അത് പറയേ. കമ്പനി എം ഡി നീയല്ലേ? ആണോ? ശരിക്കും ഞാനാണോ എം ഡി? എന്താ നിനക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം? എല്ലാരും കൂടെ വേഷം കെട്ടിച്ച് എന്നെ പിടിച്ച് ആ കസേര ഇരുത്തിയതല്ലേ? ആദി, എന്താ നിന്റെ പ്രശ്നം? അത് പറ. നിൽക്കുന്നു. ഇവനോട് തന്നെ ചോദിക്കേ എനിക്ക് എന്താ പറ്റിയെന്ന്. ഈ നിൽക്കുന്ന അഖി ഇവൻ കമ്പനിയിലെ സ്റ്റാഫുകളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ വെറും വിട്ടിയാക്കിയമ്മേ. അച്ഛാ, ഇത് ഞാൻ അറിഞ്ഞ കാര്യമല്ല. നീ ഇനിയും നിന്ന് ന്യായീകരിക്കരുത്. എനിക്ക് ചിലപ്പോ എന്നെ തന്നെ സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ. അച്ഛാ, അത് ആദ്യേട്ടൻ അമേരിക്കൻ കമ്പനിക്ക് അയച്ച 20 കോടി രൂപയുടെ ഓർഡർ ക്യാൻസലായി. ക്യാൻസൽ ആയെന്നോ? ക്യാൻസൽ ആയതല്ല, ക്യാൻസൽ ആക്കി നീ. എന്റെ വെൽവിഷർ ചമഞ്ഞ് നടന്ന എന്റെ അനുജൻ മനഃപൂർവ്വ ആ ഓർഡർ ക്യാൻസൽ ആക്കിയത്. എന്തിന്? എന്നെ കൊച്ചാക്കാൻ, കഴിവുകെട്ട എം ഡി ആയി സ്റ്റാഫുകളുടെ മുമ്പിൽ എന്നെ നാണകെടുത്താൻ. അല്ലാതെ എന്താ? അതായിരുന്നു ഇവന്റെ ഉദ്ദേശം. അങ്ങനെയൊന്നും പറയില്ല ആദ്യേട്ടാ. ആദ്യേട്ടൻ തന്നെ എം ഡി ആവണമെന്ന് അഖി തന്നെയല്ലേ പറഞ്ഞത്? ഇതെന്തെങ്കിലും അബദ്ധം പറ്റിയതാവും. മിണ്ടരുത് നീ മിണ്ടരുത്. അറിയാത്ത കാര്യം സംസാരിക്കരുത്. അഖിയുടെ മെയിൽ ഐഡിയിൽ നിന്ന് ആ ഓർഡർ വേറെ ആരെ ക്യാൻസൽ ചെയ്യുന്നത്? പറയേ. അച്ഛാ, അമ്മേ, അമൃതെടുത്തി ഒന്നും ഞാൻ അറിഞ്ഞതല്ല. ആദ്യേട്ടാ, ഞാൻ പറയുന്ന നിന്റെ അടുത്ത് മിണ്ടരുതാ പറഞ്ഞത്. അങ്ങനെ വരില്ല. അഖി അങ്ങനെ ചെയ്യില്ല. ആദി, നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. നമുക്ക് നോക്കാം. തൽക്കാലം സമാധാനിക്കും. എടാ, നിന്നോട് അഖി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതേട്ടാ, അമ്മ പറഞ്ഞതാ ശരി. ആദ്യം നിന്ന് ക്ഷമിക്കുക. എന്താ സംഭവിച്ചത് നമുക്ക് കണ്ടെത്താം. അതല്ലേ ഏട്ടാ നല്ലത്. മനസ്സിലായി. ഇപ്പൊ എല്ലാവരുടെയും മനസ്സെനിക്ക് മനസ്സിലായി. എല്ലാവരും എന്നെ താഴ്ത്തി കെട്ടിയ ഇവന്റെ പക്ഷോ അല്ലേ? മോനെ, അങ്ങനെയല്ല. വേണ്ടമ്മേ, ആരും എന്നെ ഉപദേശിക്കാൻ നിൽക്കൊന്നും വേണ്ട. എന്റെ ഭാര്യ പോലെ എന്നെ കുറ്റപ്പെടുത്തി. ആദ്യേട്ടാ, അങ്ങനെ ചിന്തിക്കില്ലേ? വേണ്ട. ആരുടെ സങ്കടമൊന്നും എനിക്ക് കാണണ്ട. എല്ലാവരേ ഒറ്റക്കെട്ടാ. എനിക്കത് മനസ്സിലായി. മോനെ, ആദ്യം നീ പറയുന്നോന്ന് കേക്ക്. ഇനി എന്ത് കേൾക്കാനാച്ചാ? തൃപ്തിയായി. എനിക്ക് തൃപ്തിയായി. ഇനി ഇവിടെ എനിക്കെന്ത് സ്ഥാനം? ഞാൻ പോവാ.
ആദ്യേട്ടാ ആദ്യേട്ടാ. എവിടേക്കാ എവിടേക്കാ പോകുന്നേ? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. ആദി വെറുതെ വെറുതെ എടുത്തിട്ടൊന്നും വേണ്ട. ആരും എന്നെ തടയാൻ നിൽക്കണ്ട. ഞാൻ പോവാ. ആദ്യേട്ടാ ഏട്ടാ പോവല്ലേ. മമ്മി മോനെ എല്ലാത്തിനും പരിഹാരമുണ്ട്. പറയുന്നത് ആദി. എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. എന്നെ ആർക്കും വേണ്ടെങ്കിൽ എനിക്കും ആരെയും വേണ്ട.